ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വ്ളോഗൊന്നും ഇട്ടില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ന് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? അന്ന് വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നൊരു കിച്ചൺ സംഭവം ആയിക്കോട്ടെ വിചാരിച്ചപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു കിച്ചൺ ആയിക്കോട്ടെ, ഇന്നൊരു ചൈനീസ് ഫുഡാണ് മമ്മി ഉണ്ടാക്കുന്നത്. അയ്യോ സോറി, ഇതിൻ്റെ വാല് ചവിട്ടിൻ്റെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പം നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് പൊട്ടറ്റോ തോരൊക്കെ പോക്കി മുറിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇടണം. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് ഇങ്ങനെ തിളയ്ക്കുന്ന വരെ അതിൻ്റെ ചേർത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതേപോലെ തോലൊക്കെ പോക്കി ഒന്ന് ഇങ്ങനെ കുത്തി വെക്കണം, ചതയ്ക്കണം ഗൈസ്. ചതച്ച് അതിൻ്റെ നീരൊക്കെ പുറത്തെടുക്കണം. നമ്മൾ അത്രയ്ക്കും ചതയ്ക്കണം. അപ്പം ഇതൊക്കെ റെഡിയാക്കുന്നുണ്ടിരിക്കുമ്പോൾ ഇത് വേവിയിട്ടുണ്ടോ അറിയാൻ വേണ്ടി മൈ മമ്മി ഈസ് ടേസ്റ്റിംഗ് ദാറ്റ്. അപ്പം ഇത് എന്തോ ഇതിപ്പോൾ എത്രയില്ല, ഇത് ഓണിൻ്റെ ഇത്തിരി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതും റെഡിയാക്കി ഇനി നമുക്ക് ഇത് ഇടുമ്പോഴൊക്കെ ഞാൻ വിളിക്കാം. ഓക്കെ, വെന്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കി വെക്കണം. ഇത് അടിപൊളി റെസിപ്പിയാണ്. മറ്റേ നമ്മൾ സ്നാക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് മമ്മി ഒരു ഇഞ്ചി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതേപോലെ തോലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിയാമല്ലോ, നമ്മളെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാനാണ്. അത്രയ്ക്ക് നമുക്ക് അടുത്തിൽ കാണാം. മിലുപാച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തുവാ, ആരാത്, എന്താ അത്? ഇത് ഞാനാണോ കുക്ക് ചെയ്യുന്നത്? ആണോ? അല്ല, മമ്മിയാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വ്ളോഗിൽ. ഫസ്റ്റ് ടൈം ഐ ഡു ദാറ്റ്. നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചല്ലോ ഫ്രിഡ്ജിലുള്ള ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മളുടെ സ്വന്തം ഗായ്സ് മുളക് മാമൻ. മുളകെ എരിവവിടെ, കുഞ്ഞൻ മുളകെ എരിവവിടെ. ഇങ്ങനത്തെ ഒരു പാട്ട് എനിക്കറിയാം. നല്ല പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് നല്ല, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ പച്ച നിറത്തിലുള്ള മുളക്, പച്ചമുളക്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു വെളുത്തുള്ളി. ഇന്നൊരു പേസ്റ്റ് ഉണ്ടാക്കാനേ പറഞ്ഞില്ലായിരുന്നു. പേസ്റ്റ് ഉണ്ടാണ് ഈ സമയം. ഇതും അരിഞ്ഞിടണം. ഓക്കെ, പേസ്റ്റ് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അത് പച്ച സാധനത്തിൽ എന്തായാലും പറയാം. ഇത് കറിവേപ്പിലയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പേസ്റ്റ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പേസ്റ്റ് ആക്കുന്നില്ല, മിക്സി ചെറുതായിട്ടൊന്ന് പോയി. അപ്പം അങ്ങനെ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാക്കി വെച്ചാൽ മതി. പേസ്റ്റ് ആക്കണം എന്നുള്ളവർക്ക് പേസ്റ്റ് ആക്കാം, അല്ലാത്തവർക്ക് പേസ്റ്റ് ഒന്നും ആക്കണം ആവശ്യമില്ല. അപ്പം ഇതെന്തായാലും എനിക്കൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കണം. എന്നിട്ട് ഇതേ മൈദ ഇട്ട് കൊടുക്കണം. ത്രീ ടീസ്പൂൺ മൈദയാണ് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ എത്രയാണ്, 3 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ചെറുതായിരുന്നു 1 ടീസ്പൂൺ ഉപ്പ് പറഞ്ഞു തരാൻ. 1 ടീസ്പൂൺ അല്ല, എത്ര വേണമെങ്കിലും കിട്ടും. ഇനി നമുക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. എരി കൂട്ടിയിട്ടുള്ളവർക്ക് ഇടാം. എനിക്ക് പിന്നെ എരി കൂട്ടണം, അത് നിർബന്ധം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ല, മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എടാ, മഞ്ഞൾപ്പൊടി അത് 1 ടീസ്പൂൺ അല്ല. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്ര ഇട്ട് കൊടുത്താൽ കിട്ടും.
അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇതിങ്ങനെ തന്നെയാണോ എന്നൊരു ഡൗട്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സോറി ഗൈസ്, അറിയാണ്ട് പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് തന്നെ ഒരു റെസിപ്പിയാണേ. ഇത്ര വെള്ളം വെച്ചോണ്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ ഫിൽറ്ററിനാട്ടോ എടുക്കാം. ഞങ്ങളിത് ഫിൽറ്ററാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടാറ്റോ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം നമ്മളിത് കോരിയെടുക്കാം. ഓക്കെ, ഇനി നമ്മളിതെല്ലാം കൂടെ ഇതിനകത്ത് ഇടും. നമ്മളെ വേവിച്ച സാധനം തേണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയായിട്ട് ഈ ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് ഇതിൻ്റെ കളർ വരിക. ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളി നമ്മൾ നേരത്തെ ചെയ്ത സംഭവമില്ലേ, അത് ഫുള്ളങ്ങോട്ട് ഇട്ടേ. ആഹാ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അടിപൊളി സ്മെല്ല്, അടിപൊളി സ്മെൽ. ഇതൊന്ന് പാകമായി വരുമ്പോഴേക്കും നമ്മൾ ഇച്ചിരി കാശ്മീരി മുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങളത് ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞങ്ങൾ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. കാണുന്നുണ്ടോ കാശ്മീരി? ഇത്തിരി കൂടെ കൂടുതൽ ഇട്ടോ. എനിക്ക് എഴുതാണ്ട് പറ്റില്ല, അത്രക്കും എരിഫാനാണ് ഗൈസ്. ഞാൻ എരിഫാനുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഞാൻ കമൻറ്റ് വേണം ഓഫ് ആക്കിയിടും. നിങ്ങൾ എങ്ങനെ കമൻറ്റ് ചെയ്യും ഗൈസ്? നമുക്കിതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മളിത് നല്ല സോസ് ഉണ്ടല്ലോ, ചില്ലി സോസോ ഏത് സോസ് വേണം എടുക്കാം. അപ്പം ഞങ്ങളിവിടെ ചില്ലി അല്ല ടൊമാറ്റോ സോസാണ്. അത്രക്ക് മതി, കൂടുതലാക്കണ്ട. സോസ് കഴിച്ച് എനിക്ക് കണ്ണെടുത്താണ്ട് എടുത്ത സാധനമാണ് സോസ്. പിന്നെ നമ്മൾ സോയാ സോസാണ് ഒഴിച്ചെടുക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്ത ബോട്ടിലാക്കാണ്. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല. നല്ല ഇത് ഇട്ട ദിവസം നല്ല പറഞ്ഞു വരുന്നുണ്ട്. ഇത് ഇട്ടപ്പോഴേക്ക് എല്ലാം കൂടെ ഒരു നമ്മുടെ ചോര കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കോൺഫ്ലോർ കലക്കി വെച്ചതൊന്ന് ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ അത് കാണുമ്പോൾ നല്ല വേറെന്തോ കളർ പോലെയൊക്കെ തോന്നുന്നത്. പക്ഷെ ഇത് നല്ല അടിപൊളി കളർ തന്നെയായിട്ടാണ് കിട്ടുന്നത്. ഞാനും അച്ഛനും ഭയങ്കര എരി ഫാമിലി ആയതുകൊണ്ട് തന്നെ അമ്മ അച്ഛനെ അതിൻ്റെ അകത്തേക്ക് മറ്റേ ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് മെയിൻ ഐറ്റം കൂട്ടി ഇടുവാണേ. ഇതല്ലാണ്ട് കഴിക്കാട്ടോ, നിങ്ങൾക്ക് ഈ സാധനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് ഞാൻ കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മൾ ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഇതാണ് നമ്മുടെ സംഭവം. അടിപൊളി സംഭവമാണ്. കണ്ടിട്ട് തിന്നാൻ ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ഇത് കഴിക്കുമ്പോഴും മണക്കുമ്പോഴും നല്ല മണമാണ്. മൂക്കിലിങ്ങനെ കയറി പിടിക്കുന്ന അടിപൊളി മണമാണ്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്. നോക്കുന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. സോസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അടുത്തുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.